നാടകാന്തം രാജി. വിവാദങ്ങൾക്കൊടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരിക്കുന്നു. അടൂരിലെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം രാജി പ്രഖ്യാപിച്ചത്. തന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നും കുറ്റം ചെയ്തിട്ടില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് രാജിയെന്നും ആണ് രാഹുൽ മാങ്കൂട്ടം വിശദീകരിച്ചത്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ പറയുന്നുള്ളൂ, ഉത്തമമായ ബോധ്യം രാജ്യത്തെ നിയമം പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിനെതിരായിട്ട് നിയമവിരുദ്ധമായ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അത് ഉത്തമമായ ബോധ്യമാണ്. ഇനി അതിനപ്പുറം ആർക്കെങ്കിലും ആർഗ്യുമെന്റ് ഉണ്ടോ? ആ ആർഗ്യുമെന്റ് ഉള്ള ആളുകൾ പരാതിപ്പെട്ടാൽ ഞാൻ കോടതിയിൽ പോയി, ഈ രാജ്യത്ത് നീതിന്യായ സംവിധാനത്തിൽ പോയിട്ട് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട്. കോൺഗ്രസ് പ്രവർത്തകരുടെ ബാധ്യതയല്ലത്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം 1:30. അപ്പോൾ ഇതുവരെ കൊടുത്ത വാർത്തകൾക്കൊന്നും ഒരു അടിസ്ഥാനമില്ല. എന്നോടൊരു ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിട്ടില്ല. അത് തെളിയിച്ചാൽ നിങ്ങൾ പറയുന്ന ജോലി ഞാനും ചെയ്യാം. എന്നോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു തെളിയിച്ചാൽ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. പാർട്ടി പ്രവർത്തകർ ആർജവത്തോടുകൂടി ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ ഞാൻ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ആഞ്ഞടിക്കും. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി പ്രഖ്യാപനം. ഹൈക്കമാൻഡിന്റെ ഇടപെടലോ അതല്ലെങ്കിൽ നേതാക്കൾ രാജി ചോദിച്ചതോ ഒന്നും അല്ല ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അമൽ തേനംപറമ്പൻ തുടരുന്നുണ്ട്. അമൽ, നോക്കൂ, ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസിന് പ്രതിരോധിക്കാൻ കഴിയാത്ത വണ്ണമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരികയായിരുന്നു. വെളിപ്പെടുത്തൽ വന്നു, അടുത്ത വെളിപ്പെടുത്തൽ വന്നു, അതിനുശേഷം ചാറ്റുകൾ, ഒടുവിൽ ഒരു ഓഡിയോ ക്ലിപ്പ്. അത് രാഹുൽ മാങ്കൂട്ടം എന്ന് കൃത്യമായി ആർക്കും ബോധ്യമാവുന്ന വിധത്തിൽ ഗർഭചിത്രത്തിന് നിർദ്ദേശിക്കുന്ന ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നു. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നാട്ടിലിറങ്ങി ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നിലയിൽ ഇനി രാജിയില്ലാതെ പറ്റില്ല എന്ന് പാർട്ടി നേതൃത്വം തീരുമാനിക്കുകയായിരുന്നോ? എന്താണ് സംഭവിച്ചത്? അഭിലാഷ്, ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആരോപണങ്ങൾ, അതോടൊപ്പം തന്നെ ചില വെളിപ്പെടുത്തലുകൾ, ഇതെല്ലാം കഴിഞ്ഞ കുറേ നാളുകളായി രാഹുലിനെതിരെ നടക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലായിരുന്നു ചർച്ച ഭൂരിഭാഗവും നടന്നിരുന്നത്. ആധികാരികമായ തെളിവില്ലാത്തതിനാൽ ദൃശ്യമാധ്യമങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള മുഖ്യധാര പത്രമാധ്യമങ്ങളിലോ വാർത്ത വന്നിരുന്നില്ല. പക്ഷേ ഇന്നലെ വൈകിട്ട് മുതൽ സാഹചര്യം അതല്ല. ഒരു ഓൺലൈൻ ചാനലിൽ റീ നൽകിയ അഭിമുഖമുണ്ട്. അതിനുശേഷം വൈകുന്നേരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് കൃത്യമായി തന്നെ രാഹുൽ ആണ് ഈ പറയുന്ന ആരോപണ വിധേയനെന്ന് ആർക്കും മനസ്സിലാകും വിധം ചില സൂചനകൾ നൽകി. ഹൂ കേഴ്സ് എന്ന ഒറ്റ ഡയലോഗിൽ അത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ പരുവത്തിനുള്ള സൂചനകൾ നൽകി ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു. വാർത്താ സമ്മേളനത്തിന് ശേഷം ചിത്രം മാറി മറിയുകയായിരുന്നു ഉണ്ടായത്. അതിനുശേഷം ഇന്ന് രാവിലെ, ആ സമയത്ത് പോലും കോൺഗ്രസിന്റെ പ്രതിരോധം, ഒരു വിഭാഗം നേതാക്കളുടെ പ്രതിരോധം എന്ന് പറയുന്നത് രാഹുലിനെതിരെ പരാതി രേഖാമൂലം പോലീസിൽ വന്നിട്ടില്ല, അങ്ങനെ നിയമപരമായി എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച രാഹുലിന് സംഭവിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണം നൽകി, കൃത്യമായ തെളിവില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞു നിന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ആകുമ്പോൾ കാര്യങ്ങൾ അതല്ല. ഹണിയെ പോലെയുള്ള ഒരുപാട് ആളുകളുടെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വരുന്നു, വിമർശനങ്ങൾ വരുന്നു, അതോടൊപ്പം തന്നെ ചില ശബ്ദ സന്ദേശങ്ങൾ വരുന്നു. ആ ശബ്ദ സന്ദേശത്തിൽ നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ അത്യന്തം ഗൗരവമുള്ള ഗുരുതരമായ ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നു. ആ പരാമർശങ്ങൾക്കെല്ലാം ശേഷം നേതൃത്വം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടെടുത്തു. ഇത്രയും നാൾ സംരക്ഷിച്ചിരുന്ന വി ഡി സതീശൻ പോലും ആ വിഷയത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച് ഇനിയിപ്പോൾ സംരക്ഷിക്കാനാവില്ല എന്നുള്ള നിലയ്ക്ക് കൈവിടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. പിന്നാലെ രമേശ് ചെന്നിത്തലയെ പോലെ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഹൈക്കമാൻഡിനോട് നേരിട്ട് ആവശ്യപ്പെടുന്നു, അടിയന്തര നടപടി ഉണ്ടാകണം, ഇനിയും നീട്ടിക്കൊണ്ടുപോകാനാകില്ല എന്ന്. അങ്ങനെയുള്ള ആവശ്യത്തിന്റെ പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഉണ്ടാവുകയാണ്. അതേസമയം തന്നെ അമൽ, രാഹുലിനെ വിശദീകരിക്കാനും ഞാൻ സ്വമേധയാണ് രാജിവെച്ചത് എന്ന് പറയാനുമുള്ള ഒരു അവസരം, അപ്പോഴും ഒരു കരുതൽ കോൺഗ്രസ് പാർട്ടി കാണിച്ചു. രാഹുൽ മാങ്കൂട്ടം ആരോപണ വിധേയനാണ്. ഒരുപക്ഷെ ഈ നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം, സംസ്ഥാന നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരം ഒരുപക്ഷെ നടപടിയെടുക്കാമായിരുന്നു. ആ നടപടി എന്ന് പറയുന്നത് സാധാരണ നിലയിൽ പുറത്താക്കുന്ന നടപടി ഉണ്ടാകുന്നത് ദേശീയ നേതൃത്വം, ദേശീയ പ്രസിഡന്റ് അല്ലെങ്കിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു, പകരം ഇന്നയാൾക്ക് ചുമതല എന്ന് പറഞ്ഞൊരു വാർത്താക്കുറിപ്പ് ഇറക്കുന്ന ഒരു ശീലമൊക്കെ ഉണ്ട്. അങ്ങനെയല്ല വന്നത്. രാഹുലിന് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഒരു അവസരം നൽകി. രാഹുൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ വാർത്ത, ഈ പറയുന്ന മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിന്റെ ഏറ്റവും അവസാനം രാഹുൽ രാജിവെക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണെന്ന് പറയുന്നില്ല, ആരെങ്കിലും ചോദിച്ചു വാങ്ങിയ രാജിയാണെന്ന് പറയുന്നില്ല. രാഹുൽ സ്വമേധയാ രാജിവെക്കുകയാണ്. മറ്റു പല വിഷയങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് പ്രതിരോധം സൃഷ്ടിക്കേണ്ടതുണ്ട് സർക്കാരിനെതിരെ. അതിനാൽ തനിക്ക് വേണ്ടി ന്യായീകരിച്ച് സമയം കളയേണ്ടതില്ല, താൻ രാജിവെക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച് രാഹുൽ മടങ്ങുകയാണ്. നിലവിലെന്തായാലും ചോദിച്ചു വാങ്ങിയ രാജി എന്നുള്ള കാര്യത്തിൽ യാതൊരു ഇത് സംശയവും വേണ്ട. കോൺഗ്രസിനെ അത്രത്തോളം പ്രതിരോധത്തിലാക്കിയിരുന്നു രാഹുലിനുമായി ബന്ധപ്പെട്ട ഇന്നത്തെയും ഇന്നലത്തെയും എല്ലാം. കോൺഗ്രസ് ആകെ അങ്കലാപ്പിലായിരുന്നു. നേതാക്കളുടെ ശരീരഭാഷ തന്നെ അതിന് തെളിവായിരുന്നു. ഇന്നലെയും ഇന്നുമായി മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ പാടുപെട്ടിരുന്നു നേതാക്കൾ. ഒടുവിൽ സണ്ണി ജോസഫ് ഇപ്പോഴാണ് പ്രതികരിച്ചിരിക്കുന്നത്. രാജിവെച്ചത് രാഹുലിന്റെ സ്വന്തം തീരുമാനപ്രകാരമാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പാർട്ടി പ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ രാഹുൽ എടുത്ത തീരുമാനമാണ് രാജിയെന്ന് മനസ്സിലാക്കുന്നു. രാജി തീരുമാനം രാഹുലിൻ്റേത് മാത്രമാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു, എൻ്റെ അടുത്ത് ഇത് സംബന്ധിച്ച് ആരും ഒരു പരാതിയും രേഖാമൂലമോ വാക്കാലോ ഒരിക്കലും പറഞ്ഞിരുന്നില്ല.
ഞാൻ രാഹുൽ മാക്കൂട്ടത്തിന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പേരിൽ അദ്ദേഹത്തിൻ്റെമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു പ്രയാസവും പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ചു എന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഞാനും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടുകൂടി അത് സംബന്ധിച്ച പ്രതികരണം അവസാനിച്ചു. എന്നോട് ആരും ഒരു പരാതിയും, ഒരു പെൺകുട്ടിയും എന്നോട് ഒരിക്കലും ഒരു പരാതിയും വാക്കാലോ ഫോണിലോ രേഖാമൂലമോ ഒരിക്കലും നൽകിയിട്ടില്ല. എൻ്റെ മുൻപിൽ ആരും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. അതെനിക്കറിയില്ല. ഇല്ല, എന്നോട് സംസാരിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഏതെങ്കിലും തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി എന്നുള്ളത് മാത്രമല്ല, രാഹുൽ ജനപ്രതിനിധി കൂടിയാണ്. അങ്ങനെയുള്ള രാഹുൽ രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടി വരുന്നത് ഒരു അനിവാര്യതയായി മാറുകയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ നടന്നിരുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിവരങ്ങളായിരുന്നില്ല. അത് പുറത്തു വന്ന ചാറ്റുകളാണെങ്കിലും പുറത്ത് അല്ലാതെ നടത്തിയ വെളിപ്പെടുത്തലുകളാണെങ്കിലും ഏറ്റവും ഒടുവിൽ വന്ന ഒരു ശബ്ദ സന്ദേശമാണെങ്കിലും രാഹുൽ ഇപ്പോൾ അല്പസമയങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചതുപോലെ അങ്ങനെ അതിനെ നിഷേധിച്ച് റദ്ദ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നില്ല. പക്ഷേ രാഹുലിന്റെ മുഖത്ത് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം രാജിവെച്ച് പോകാൻ പോവുകയാണ്, ഇനിയിപ്പോൾ ഇതോടുകൂടി ഇത് അവസാനിച്ചു എന്നുള്ള തരത്തിലാണ് രാഹുലിന്റെ പ്രതികരണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഹൂ കെയേഴ്സ് എന്ന് രാഹുൽ നേരത്തെ ഒരു വട്ടം പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആത്മവിശ്വാസം എല്ലാം നശിച്ച് രാഹുൽ അങ്ങ് ഏറ്റവും മോശം അവസ്ഥയിലാണ് ആ പ്രതികരണം നടത്തിയത്. പക്ഷേ ഇന്ന് അങ്ങനെ ആയിരുന്നില്ല. ഇനി നഷ്ടപ്പെടാൻ മറ്റൊന്നുമില്ല എന്നൊരു തിരിച്ചറിവിലുള്ള ആത്മവിശ്വാസമാണോ അമലത്? എന്ന് മാത്രമല്ല, ഇതിപ്പോൾ രാഹുലിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. വി ഡി സതീശനായിരുന്നു രാഹുലിന്റെ ഗോഡ് ഫാദർ. വി ഡി സതീശൻ, ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടമൊക്കെ ഒരു ടീം എന്നുള്ള നിലയിലായിരുന്നു വിലയിരുത്തപ്പെട്ടത്. ഇവിടെ ഇപ്പോൾ ആദ്യമായി പരാതി പൊതു മധ്യത്തിൽ ഉന്നയിച്ച റിനി എന്ന് പറയുന്നത് പറവൂർ മണ്ഡലംകാരിയാണെന്ന് മാത്രമല്ല അടുത്ത കുടുംബ ബന്ധമുള്ള ആളാണ്. അച്ഛനെ പോലെ കാണുന്ന ആൾക്ക് ഞാൻ പരാതി കൊടുത്തിട്ട് എന്തായി എന്നൊരു ചോദ്യം ആ കുട്ടി തന്നെ ചോദിച്ചു. അപ്പോഴും വി ഡി സതീശനെ പേരെടുത്ത് വിമർശിച്ചില്ല എന്ന് അദ്ദേഹം തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട്. ശരിയാണ് താനും അത്. ഇപ്പോൾ എന്തുകൊണ്ട് മുൻ കാലങ്ങളിൽ വന്ന ശ്രദ്ധയിൽപ്പെടുത്തലുകൾ, പരാതികൾ മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് കോൺഗ്രസ് പറയേണ്ടി വരില്ലേ? ഹൈക്കമാൻഡിന് മുൻപിൽ നിരവധി പരാതികൾ ഉണ്ട് എന്ന് ഉപചാല വർത്തമാനങ്ങളുണ്ട്. ഞാൻ ശരിവെക്കുന്നില്ല. അങ്ങനെ പരാതി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇയാളെ വീണ്ടും വളരാൻ അനുവദിച്ചു എന്നുള്ള ഒരു ചോദ്യം കോൺഗ്രസ് ജനങ്ങളോട് പറയേണ്ട ഉത്തരവല്ലേ? രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ വിശദീകരണം നടത്തി രാഹുൽ രാജിപ്രഖ്യാപനം നടത്തി മടങ്ങുകയാണ്. നിലവിൽ MLA ആണ് എങ്കിൽ കൂടി ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ രാഹുലിന്റെ ഭാഗത്തു നിന്നും ഒരു പരസ്യ പ്രതികരണം സമീപത്തൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ ഇനി മറുപടി പറയേണ്ടി വരുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കേരളത്തിലെ KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ പ്രവർത്തകരുമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അവസാനിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ BJPയും ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാഹുലിന്റെ രാജി എന്നതിനപ്പുറത്തേക്ക് പാലക്കാടിന്റെ MLA സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യമാണ്. പക്ഷേ നിലവിലത് പരിഗണിക്കേണ്ടതില്ല, അത്തരമൊരു ചർച്ചയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും തീരുമാനം. അതൊരു കീഴ്വഴക്കത്തിന്റെ അടിസ്ഥാനത്തിൽ അതങ്ങനെ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നു. പക്ഷേ ഉയർന്നു വന്ന ആരോപണങ്ങളിൽ മറുപടി പറയേണ്ടി വരും. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മുന്നിലേക്ക് ഈ വിഷയം പരാതിയായി എത്തുന്നത് മോശം ഒരു ചാറ്റുണ്ടായിട്ടുണ്ട് എന്നുള്ള പരാതി റിനി പറയുന്നത് കാലങ്ങൾക്ക് മുൻപാണ്. അങ്ങനെ ഒരു പരാതി എത്തുമ്പോൾ താൻ ആ വിഷയത്തിൽ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ഇടപെട്ടിട്ടുണ്ട് എന്ന് വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറഞ്ഞു വെച്ചതിന് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള അറിവ് വി ഡി സതീശൻ ഉണ്ടായിരുന്നോ? അതോ ഈ പറയുന്ന ഓഡിയോ സന്ദേശം അടക്കം പുറത്തു വന്ന വിഷയത്തിലെ ചർച്ചകൾ, ഗർഭചിത്രം അടക്കമുള്ള വിഷയത്തിലെ കാര്യങ്ങൾ വി ഡി സതീശൻ അടക്കമുള്ളവരുടെ മുന്നിലേക്ക് എത്തിയിട്ട് ഇടപെട്ടിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം വി ഡി മറുപടി പറയേണ്ടി വരും. ഇന്നെന്തായാലും വി ഡി ആ വിഷയത്തിൽ വിശദീകരിക്കുന്നത് തന്റെ മുന്നിലേക്ക് വിഷയം എത്തിയപ്പോൾ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് അത് മാധ്യമങ്ങളിലൊന്നും വലിയ ചർച്ചയാക്കാതെ ആ വിഷയത്തിൽ തനിക്ക് ഇടപെടേണ്ട തരത്തിൽ താൻ ഇടപെട്ട് ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചിരുന്നു എന്നുള്ള കാര്യമാണ്. മാത്രമല്ല ഈ വിഷയം ഉണ്ടായതിനു ശേഷം, റിനിയുടെ പറച്ചിൽ ഉണ്ടായതിനു ശേഷം കൂടുതൽ പരാതികൾ രാഹുലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ വിഷയങ്ങളിലെല്ലാം ഇനി പ്രതിപക്ഷ നേതാവ് മറുപടി പറയേണ്ടി വരും. ആ മറുപടി എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രതികരണത്തിൽ ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ പരുവത്തിനുള്ള പ്രതികരണമാണ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം എത്ര കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും സംരക്ഷിക്കില്ല എന്നൊരു പ്രതികരണമൊക്കെ നടത്തി വി ഡി അങ്ങ് മടങ്ങിയിട്ടുണ്ട്. ഇതൊരു വാർത്താ സമ്മേളനം പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. പക്ഷേ വാർത്താ സമ്മേളനത്തിന് പ്രതിപക്ഷം അത് വിരുന്ന് തന്നില്ല. മാത്രമല്ല ഇന്നലെ വാർത്താ സമ്മേളനം പറഞ്ഞു, അത് പക്ഷേ വോയിസ് റെസ്റ്റ് പറഞ്ഞിരുന്നതിനാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ആ വാർത്താ സമ്മേളനം ഇന്നത്തേക്ക് മാറ്റിയെന്നായിരുന്നു പിന്നീട് വന്ന അറിയിപ്പ്. പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനത്തിന് തയ്യാറായില്ല എങ്കിൽ കൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചാണ് വി ഡി സതീശൻ മടങ്ങുന്നത്. കൂടുതൽ ഒരു പരിധിക്കപ്പുറത്തേക്കുള്ള ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാൻ വി ഡി തയ്യാറാകുന്നില്ല. ചില മാധ്യമങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല എന്നുള്ളതാണ് വി ഡി സതീശന്റെ പ്രതികരണം എന്ന് പറയുന്നത്. നിലവിൽ എന്തായാലും രാഹുലിന് താൽക്കാലികമായി ഈ വിഷയത്തിൽ ഇനിയിപ്പോൾ പ്രതികരിക്കാതെ വേണമെങ്കിൽ ഒന്ന് മാറി നിൽക്കാം. കാരണം അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു.
സംഭവിച്ചു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല, ആരെങ്കിലും തെളിവുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ, നിയമപരമായി മുന്നോട്ട് പോകട്ടെ, അപ്പോൾ കോടതിയിൽ നോക്കാം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് രാഹുലിന് പറയാനുള്ളത് താൽക്കാലികമായി പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന് കരുതാം. പക്ഷേ ഇനി മറുപടി പറയേണ്ടത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ കോലം കത്തിക്കുന്നുണ്ട്. അവിടെ സംഘർഷ സാഹചര്യം പോലും ഉരുത്തിരിയുന്നുണ്ട്. സ്വാഭാവികമായും ഇനി വി ഡി സതീശനായിരുന്നു ഗോഡ് ഫാദർ. വി ഡി സതീശൻ വ്യക്തിപരമായി പോലും അറിവ് കിട്ടിയിട്ടും എന്തിന് സംരക്ഷിച്ചു, കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകി തുടങ്ങിയ ചോദ്യങ്ങൾ നിശ്ചയമായും പ്രതിപക്ഷം ഉന്നയിക്കും. അദ്ദേഹത്തിന് കൃത്യമായി മറുപടി പറഞ്ഞു പോകേണ്ടി വരും. നേരത്തെ വൈകാരികമായ പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഈ വിഷയത്തിൽ അത് മതിയോ എന്ന ചോദ്യം പ്രസക്തമാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടം രാജിവെച്ചൊഴിഞ്ഞിരിക്കുന്നു. MLA സ്ഥാനത്ത് നിന്നുള്ള രാജി ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം MLA സ്ഥാനം രാജിവെക്കുക എന്നൊരു കീഴ്വഴക്കം പൊതുവെ ഇല്ലാത്തതാണ്. ആരോപണങ്ങൾ വരുമ്പോൾ മറ്റ് സ്ഥാനങ്ങളാണ് രാജിവെക്കുക. പക്ഷേ ഇനി 6 മാസം കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പാണ്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ രാഹുലിന് ടിക്കറ്റ് നൽകേണ്ടതില്ല എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരള ഘടകത്തെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ്? ഈ ഏറ്റവും കുറഞ്ഞത് ഒരു ഇടവേളയിലേക്കെങ്കിലും പോകേണ്ടി വരുന്ന സാഹചര്യം സംജാതമായിരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്കകത്ത് ശക്തമായ എതിർപ്പുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ പ്രവർത്തകർ, പ്രത്യേകിച്ച് വനിതാ പ്രവർത്തകർ രാവിലെ പ്രതിഷേധവുമായി വന്നിരുന്നു. അതിനോട് യോജിക്കുന്ന ആളുകൾ നിരവധിയാണ്. കോൺഗ്രസിൽ രമേശ് ചെന്നിത്തലയടക്കം നിശിതമായ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇനി അങ്ങോട്ടുള്ള യാത്ര ഒട്ടും സുഗമമാകില്ല. ഇവിടെ കൂടുതൽ പരാതികൾ വന്നില്ലെങ്കിൽ നിയമപരമായ വിഷയങ്ങൾ ഉണ്ടാകില്ലായിരിക്കും. പക്ഷേ രാഷ്ട്രീയമായി ഇത് വലിയ പതനമാണ്. പൊടുന്നനെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയത്തിലെ വളർച്ച. ആ ഗ്രാഫ് ഇപ്പോൾ താഴേക്ക് വന്നിരിക്കുകയാണ്.